നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണ പണയ വായ്പകളുടെ എണ്ണത്തിലും കാര്യമായിട്ടുള്ള വർധനമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 2 ലക്ഷം കോടിയുടെ അടുത്ത് സ്വർണ്ണപ്പണയ വായ്പകളാണ് ബാങ്കുകൾ വിതരണം ചെയ്തിട്ടുള്ളത്. വില വർദ്ധിക്കുന്നത് വീണ്ടും തുടരുമെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും. അതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഇതനുസരിച്ച് നിലവിലുണ്ടായിരുന്ന സ്വർണ്ണപ്പണയ വായ്പകൾ അത് പുതുക്കി നൽകുന്നതിന് വേണ്ടി ഉള്ള അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് നൽകുന്നതും പതിവായി കഴിഞ്ഞു. ഇനി മുൻപ് നമ്മൾ സ്വർണ്ണപ്പണയ വായ്പ വെച്ചപ്പോൾ ഉണ്ടായിരുന്ന വിലയല്ല ഇപ്പോൾ സ്വർണ്ണത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിലവിൽ അഡീഷണലായിട്ട് കൂടുതൽ തുക നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നമ്മളുടെ ബാങ്കിലെത്തി അന്വേഷിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വിവിധ ബാങ്കുകൾ ഈ രീതിയിൽ ഇപ്പോൾ SMS അലേർട്ടുകൾ നൽകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിട്ടുണ്ട്. 1 ഗ്രാമിന് അതുകൊണ്ട് തന്നെ വിവിധ ബാങ്കുകൾ, പ്രത്യേകിച്ച് സ്വകാര്യ ബാങ്കുകൾ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ കൂടി ഒരുങ്ങുകയാണ്. അതായത് ഓരോ വർഷവും അല്ലെങ്കിൽ 12 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ പുതുക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കാറ്. ഇനി സാധാരണഗതിയിലുള്ള രീതിക്ക് വ്യത്യസ്തമായിട്ട് നമ്മൾ മുഴുവൻ തുകയടച്ച് ക്ലോസ് ചെയ്യുന്ന രീതി, അതിനുശേഷം ഇത് വീണ്ടും സബ്മിറ്റ് ചെയ്യുന്ന, അതായത് സ്വർണ്ണം വീണ്ടും പണയം വെക്കുന്ന ഒരു രീതി കൂടി നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ സ്വർണ്ണപ്പണയവുമായി ബന്ധപ്പെട്ട് വരുന്ന മാസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ അറിയിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ഭൂരിഭാഗം മേഖലകളിലും തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ 369 എന്ന നിരക്കിലാണ് നമുക്ക് പ്രതിദിന വേതനം ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി വിവിധ സ്കീമുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. കിണർ റീചാർജിംഗ്, സോക്പിറ്റ് നിർമ്മാണം, മണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകൾ, അതോടൊപ്പം തന്നെ പശുത്തൊഴുത്ത് നിർമ്മാണം പോലുള്ള വിവിധ പദ്ധതികൾ. അപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് താല്പര്യമുള്ളവർക്ക് അപേക്ഷ വെക്കാം. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന സംവിധാനമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മെയ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. സപ്ലൈകോ വഴിയും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾക്ക് സാധിക്കുന്നതായിരിക്കും. റേഷൻ കാർഡ് പ്രധാന രേഖയാണ്. ഇത് ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, മണ്ണെണ്ണ വിതരണത്തെ സംബന്ധിച്ചും അറിയിപ്പുകളുണ്ടായിരുന്നു. അതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടില്ല. അത് ഈ മാസം ഒടുവിലത്തോടെ അല്ലെങ്കിൽ ജൂൺ മാസത്തോടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ 4.25 ലക്ഷം വിദ്യാർത്ഥികൾ അപേക്ഷ വെച്ചിട്ടുള്ള SSLCയുടെ റിസൾട്ട് നാളെ 3 മണിയോടെയാണ് പ്രഖ്യാപിക്കുക. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. 2024-25 അക്കാദമിക വർഷത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് അല്ലെങ്കിൽ റിസൾട്ടാണ് നാളെ 3 മണിക്ക് ശേഷം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.